പുരാതന ലോകത്തിന്റെ മാപ്പിൽ പ്രധാന 4 പോർട്ടുകളായി മാർക്ക് ചെയ്തിരുന്നത് അലക്സാണ്ട്രിയ, കെയ്റോ, ചെഞ്ചോ എന്നിവയ്ക്കൊപ്പം 4ാമതായി കേരളത്തിലെ ഒരു സ്ഥലമാണ്. ഏതാണെന്നറിയാമോ? ഒരു കാലത്ത് റോമൻസ്, ചൈനീസ്, ഫിനീഷ്യൻ, അറബ് കച്ചവടക്കാരെല്ലാം സന്ദർശിക്കുകയും പ്ലിനിയും മാർക്കോപോളോയും വരെ അവരുടെ എഴുത്തുകളിൽ പരാമർശിക്കുകയും ചെയ്ത സ്ഥലം. 1,00,000 വർഷം മുമ്പുള്ള സ്റ്റോണേജ് മനുഷ്യരുടെ വരെ എക്സിസ്റ്റൻസിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുള്ള സ്ഥലം. എല്ലാ കാലത്തും നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗവും അഭിമാനത്തിന്റെ കാരണവുമായിരുന്ന ആ സ്ഥലമാണ് കൊല്ലം. ഇന്ന് പലരും കേട്ടാൽ പുച്ഛഭാവം കാണിക്കുമെങ്കിലും തിരുവനന്തപുരത്തിനു മുമ്പ് കേരളം എന്ന പ്രദേശത്ത് ആദ്യത്തെ എയർപോർട്ട് വന്നതും ആദ്യ മൗണ്ടൻ റെയിൽവേ തുടങ്ങിയതും ഇതേ കൊല്ലത്ത് നിന്നാണ്. പിന്നെ എല്ലാവരും പറയുന്ന അക്രമവാസനയുടെ കാര്യത്തിലും എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം 1938 നീതിരഹിതമായ നികുതി ചുമത്തൽ തങ്ങളുടെ നേരെ ഉണ്ടായപ്പോൾ സഹികെട്ട് കർഷകർ വിപ്ലവം നടത്തി അധികാരം പിടിച്ചെടുത്ത് തങ്ങളുടെ സ്ഥലത്തിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് പുതിയ ഭരണ സംവിധാനം ഉണ്ടാക്കി ആ സ്ഥലം ഭരിച്ച ധീരന്മാരുടെ നാടാണ് കൊല്ലം. അപ്പോൾ പിന്നെ അവരുടെ ഇന്നത്തെ തലമുറ ചിലപ്പോഴൊക്കെ ചെറിയ കാര്യങ്ങൾക്ക് വരെ അജിറ്റേറ്റഡ് ആകുന്നതിൽ അത്ഭുതപ്പെടാനുണ്ടോ? ഓൾസോ എനിക്ക് തോന്നുന്നത് ഇന്ന് ഈ ഡെവലപ്മെന്റ്സിന്റെ എല്ലാം കാലത്തും വളരെ ഗ്രൗണ്ടഡായി മനസ്സിന്റെ ഏതോ കോണിൽ ഇന്നും ആ പഴയ മനുഷ്യരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കൊല്ലംകാർ എന്നാണ്. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ നാടിനൊരു ആവശ്യം വരുമ്പോൾ മുന്നിൽ നിൽക്കാൻ ഇവർ എന്നും ഉണ്ടായിട്ടുണ്ട്. 2018 ഫ്ലഡ് സമയത്ത് നമ്മൾ അത് കണ്ടതുമാണ്. സോ ഡിയർ പീപ്പിൾ, പ്ലീസ് നോ, കൊല്ലം ഈസ് ബിയോണ്ട് പച്ചല. നെക്സ്റ്റ് ടൈം യു ഡെയർ ടു ട്രോൾ കൊല്ലം, റിമെമ്പർ ദ ഫ്യൂരി ഈസ് റിയൽ.